കേരളത്തിലെ തേക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു എഞ്ചിനീയറിംഗ് വൈഭവമാണ്. മനുഷ്യൻ അതുവരെ നടത്തിയ എഞ്ചിനീയറിംഗിലെ ഏറ്റവും അസാധാരണമായ നേട്ടങ്ങളിലൊന്നായി വ്യാപകമായി കണക്കാക്കപ്പെട്ടിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആകെ നീളം 1200 അടിയും ഉയരം 176 അടിയുമാണ്. ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെന്നിക്യുക്ക് 1887 ഈ പദ്ധതിയുടെ ചീഫ് എഞ്ചിനീയറായി നിയമിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയുമുള്ള പ്രവർത്തനത്തിലൂടെ 1895 അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി. ചുണ്ണാമ്പുകല്ലും സുർഖിയും ഉപയോഗിച്ചാണ് അണക്കെട്ട് നിർമ്മിച്ചത്. കത്തിച്ച ഇഷ്ടികപ്പൊടിയും പഞ്ചസാരയും കാൽസ്യം ഓക്സൈഡും ചേർന്ന മിശ്രിതമാണ് സുർഖി. അങ്ങനെ 1895 ഒക്ടോബർ 24 അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ബെൻലോക്ക് പ്രഭു ഇത് ഉദ്ഘാടനം ചെയ്തു. അണക്കെട്ടിന് സമീപം ചേരുന്ന 2 നദികളായ മുല്ലയാറും പെരിയാറും ചേർത്ത് മുല്ലപ്പെരിയാർ എന്ന പേര് അണക്കെട്ടിന് ലഭിച്ചു. പെരിയാറിന്റെ പോഷക നദിയാണ് മുല്ലയാർ. 1886 തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാളും ബ്രിട്ടീഷ് പ്രസിഡൻസി ഓഫ് മദ്രാസും തമ്മിൽ ഒരു പാട്ടക്കരാർ ഒപ്പുവെച്ചു. 999 വർഷത്തേക്ക് അണക്കെട്ട് പ്രവർത്തിപ്പിക്കാനും അതിലെ ജലം ഉപയോഗിക്കാനുമുള്ള അവകാശം മദ്രാസിന് അനുവദിച്ചു. അണക്കെട്ടിന്റെ പ്രവർത്തനവും അറ്റകുറ്റപ്പണിയും മദ്രാസിനായിരിക്കുമെന്നും അതിന്റെ ഉടമസ്ഥതയും പരമാധികാരവും തിരുവിതാംകൂറിനായിരിക്കുമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദന ആവശ്യങ്ങൾക്കുമായി പെരിയാർ നദിയിൽ നിന്ന് തമിഴ്നാട്ടിലെ വൈഗാ നദീതടത്തിലേക്ക് വെള്ളം തിരിച്ചുവിടുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രധാന പ്രവർത്തനം. പിന്നീട് കനാലുകളുടെയും ചാനലുകളുടെയും ശൃംഖലയിലൂടെ തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിലേക്കും ജില്ലകളിലേക്കും വെള്ളം വിതരണം ചെയ്യുന്നു. അണക്കെട്ടിന്റെ റിസർവോയറിന് ചുറ്റുമായി പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നു. വർഷത്തിൽ 6 മാസക്കാലത്തോളം വൈഗാ നദി വറ്റി വരളുന്നതിനാൽ ആ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് കാർഷിക ആവശ്യങ്ങൾക്കും മറ്റ് ജീവനോപാധികൾക്കും ജലം ലഭിക്കാതെ വന്നിരുന്നു. ഇതിന് പരിഹാരമായി പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാർ നദിയുടെ ജലം കിഴക്കോട്ടൊഴുകുന്ന വൈഗാ നദിയിലേക്ക് തിരിച്ചുവിടുകയെന്ന ആശയമുണ്ടായി. 1789 രാമനാട് രാജാവായ മുത്തുരാമലിംഗ സേതുപതിയുടെ മന്ത്രിയായിരുന്ന പ്രധാനി മുതിരുലപ്പ പിള്ളയാണ് ആദ്യം ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഇതിനായി ചിലവ് കൂടുതലാകുമെന്ന് മനസ്സിലാക്കി ഈ ആശയം ഉപേക്ഷിക്കപ്പെട്ടു. ഇതേ ആശയം 1882 നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന ബ്രിട്ടീഷുകാർ അതിന്റെ ചുമതല ജോൺ പെന്നിക്യുക്കിനെ ഏൽപ്പിച്ചു. 1887 മെയ് മാസത്തിൽ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ദുർഘടമായ ഭൂപ്രകൃതി, ശക്തമായ മഴ, അങ്ങനെ പല വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടു. പ്രാദേശികമായ തൊഴിലാളികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായി. അതിനാൽ ബ്രിട്ടീഷ് സൈന്യവും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. കൂടാതെ ഇതിനായി പോർച്ചുഗീസുകാരെയും കൊണ്ടുവന്നു. തൊഴിലാളികളുടെ ഇടയിൽ പടർന്നു പിടിച്ച മലമ്പനി വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. കൊടുംകാടുകളിലൂടെ വളരെയധികം യാത്ര ചെയ്താണ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകേണ്ടിയിരുന്നത്. വയർ റോപ്പ് വേയും കാളവണ്ടികളും അതിനായി ഉപയോഗിച്ചു. നിർമ്മാണത്തിനിടയിൽ 2 തവണ മഴ കാരണം തടയണ തകർന്നു. അതിനെ തുടർന്ന് ബ്രിട്ടീഷ് അധികാരികൾ ഫണ്ട് നിർത്തിവെച്ചു. ഇതുമൂലം ചെലവ് വർദ്ധിച്ചപ്പോൾ ഇംഗ്ലണ്ടിലുള്ള തന്റെ സ്വത്തും ഭാര്യയുടെ ആഭരണങ്ങളും വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് അദ്ദേഹം ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. തമിഴ്നാട്ടിലെ ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രയോജനം വളരെ വലുതാണ്. സമീപകാലത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന അണക്കെട്ടിന്റെ സുരക്ഷാ ആശങ്കകൾ കേരള ജനതയെ ഭീതിയിലാഴ്ത്തുന്നതാണ്. 2 സംസ്ഥാനങ്ങളുടെയും കൂട്ടായ ഒരു ചർച്ചയിലൂടെ 2 കൂട്ടർക്കും പ്രയോജനം ലഭിക്കത്തക്ക വിധം ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.